ഹലോ മോം സ്പൈസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഓണം സ്പെഷ്യൽ പുളിയിഞ്ചിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുളിയിഞ്ചിന്നും ഇഞ്ചിപ്പുളിയെന്നും എന്ത് വേണമെങ്കിലും പറയാം. ഇവിടെ ഞങ്ങൾ പുളിയിഞ്ചി എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കട്ടിയുള്ള പാത്രം തന്നെ വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഒരു പിടി പുളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളി വേണം. അപ്പോൾ ഇതാദ്യം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് പൊട്ടി വരട്ടെ. ആ സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. കടുകും കൂടി ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ. അതും ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ പുളിയിഞ്ചിയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് ഈ പുളിയിഞ്ചിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നിങ്ങളെല്ലാവരും. അപ്പോൾ നന്നായിട്ട് അത് പൊട്ടി വന്നിട്ടുണ്ട് കടുകൊക്കെ. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചിയും ചെറിയുള്ളി കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ. ഒരു 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോൻ്റെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതായിട്ട് അരിയണം കേട്ടോ. എത്രത്തോളം നൈസാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് അരിയണം. അതുപോലെ ചെറിയുള്ളി അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് അതൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് തന്നെ വേണം. അപ്പോൾ അത് എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാം പകുതിയാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില അത് നമ്മുടെ ആവശ്യത്തിന് കുറച്ചധികം ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. ഇത് അത്യാവശ്യം നന്നായിട്ട് വാടി വരണം. ചെറിയുള്ളി ഒരു 30 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും നൈസായിട്ട് വട്ടത്തിൽ അരിയണം. ഒക്കെ കനല്ലാണ്ട് അരിയണം കേട്ടോ. എന്നാലാണ് അതൊക്കെ നന്നായിട്ട് പുളിയിലൊന്ന് പിടിച്ചു വരുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വരണം. നല്ല ടേസ്റ്റുള്ളൊരു പുളിയിഞ്ചിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇത് കണ്ടില്ലേ, ഇഞ്ചിയും ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 5 ഗ്ലാസ് വെള്ളത്തിലാണ് പുളി ഇട്ട് വെച്ചിരുന്നത്. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പുളിവെള്ളം നന്നായിട്ട് തിളയ്ക്കണം. ഇവിടെ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാനുണ്ട്. പിന്നെ ഈ സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ നോക്കിയിട്ടിടുക. ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് അമ്മയ്ക്കൊരു കൈപ്പിടി അളവാണല്ലോ. അപ്പോൾ അമ്മ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇടുക. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് കുറുകി വരണം കേട്ടോ. അത്യാവശ്യം ഒന്ന് കുറുകി വരണം. ഇനി ഈ പുളിവെള്ളം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാവുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 6 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പാകം മധുരാവും. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇടാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്നിഞ്ഞ് അലിഞ്ഞ് വരണം. പുളി മധുരം എല്ലാതും. ഈ പുളിയിഞ്ചി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഒരു കേടും വരില്ല. എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. ഇവിടെ അങ്ങനെ ചെയ്യാറ് കേട്ടോ. കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കും. അവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ പുളിയിഞ്ചി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നന്നായിട്ട് ഇനി ഈ ശർക്കര ഒന്ന് അലിഞ്ഞ് വരണം. ഇത് കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ അല്ലേ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഉപ്പും പുളിയും മധുരം എല്ലാതും കറക്റ്റ് അല്ലേ എന്ന് നോക്കുക.
അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഉപ്പും പുളിയും മധുരവും ഒക്കെ പാകമാണ്. ഇതിൽ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അത്യാവശ്യം എരിവൊക്കെ വേണം. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്നും കൂടി കുറുകി വരാനുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ കേട്ടോ അത്. അപ്പോൾ ലാസ്റ്റ് ഈ സമയത്താണ് നമ്മളിതിലേക്ക് കായം പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണ് കായം പൊടി എടുത്തിട്ടുണ്ട്. അത് ഈ ലാസ്റ്റ് നേരത്താണ് ഇതെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടി ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കായവും എല്ലാം കൂടി അതിന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ഈ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റാണ്. നല്ല മണവും രുചിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അപ്പോൾ അതാ ഈ ഒരു കുറുക്കാണ് കേട്ടോ അതിന് വേണ്ടത്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആവും. അപ്പോൾ അതാ ഈ ഒരു പാകം ലൂസിലാണ് നമുക്കിത് വേണ്ടത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.